നാട്ടിലെല്ലായിടത്തും ഇപ്പോൾ ഉത്സവങ്ങളുടെ സമയമാണല്ലേ. നമ്മുടെ നാട്ടിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തിൻ്റെ സമയമാണിത്. കടയ്ക്കൽ തിരുവാതിര എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിയുള്ളൂ. ഞങ്ങൾ കടയ്ക്കലുകാർക്ക് ഓണവും വിഷുവും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിൽ ഉപരി ഞങ്ങൾ ഭയങ്കര വികാരത്തോടെ അല്ലെങ്കിൽ ഭയങ്കര ആർജവത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കടയ്ക്കൽ തിരുവാതിര. അതൊരു പ്രത്യേക വികാരമാണ്, അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അതിപ്പം എല്ലാ ദേശക്കാർക്കും അവരവരുടെ പ്രാദേശിക ഉത്സവങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ഭയങ്കര ഓർമ്മകൾ മധുരങ്ങളൊക്കെ കാണില്ല. അതാണ് എനിക്കിത് ഓർക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ എക്സാമാണ് ആദ്യം ഓർമ്മ വരിക. കാരണം ഇത് എപ്പോഴും ഞങ്ങളുടെ പരീക്ഷയുടെ സമയത്താണ് ഇതിൻ്റെ ഒരു ടൈമിങ്. അപ്പം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്കാണ് അറിയുന്നത് ഇന്നാണ് ദേവിയുടെ വാളും ചിലമ്പൊക്കെ പുനലൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ഇവിടെ കടക്കിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അതിനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഇങ്ങനെ ഭക്തി നിർഭരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പം ഇനി ഈ ഒരു വാളും ചിലമ്പും ഇവിടത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഉത്സവം കൊടിയേറുകയാണ് ചെയ്യുക. ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും, ഏകദേശം ഒരാഴ്ച ആവുന്ന സമയത്ത് കുതിരയെടുപ്പെന്ന് പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എത്തും. അപ്പോൾ അന്നാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ പീക്ക് ഡേ എന്നൊക്കെ പറയാം. അന്ന് ഞങ്ങൾ കുതിരയെടുപ്പൊക്കെ കാണാൻ പോവും. അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ് ഏകദേശം ഒരു 5-6 ദിവസം നീളുന്ന ഒരുപാട് പ്രത്യേകതയുള്ള കാര്യങ്ങളുള്ള ഒരു ഉത്സവമാണ്. ഓരോ ദിവസവും ഓരോ പ്രത്യേകതയാണെന്ന് പറയേണ്ടി വരും. ഒത്തിരി സവിശേഷതകളുള്ള ഒരു ഉത്സവമാണ് കടയ്ക്കൽ തിരുവാതിര. ഒരിക്കൽ വന്നവർക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പ്രത്യേകിച്ച് എനിക്കിത് ആലോചിക്കുമ്പോൾ തോന്നുന്നത് ഒരു തരത്തിലുള്ള ജാതിയോ മതമോ ഒന്നും തന്നെ ഈ ഒരു ഉത്സവത്തെ അഫക്റ്റ് ചെയ്യാറില്ല. അത് ഉത്സവങ്ങളല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ ഇടയ്ക്കുള്ള മതസൗഹാർദ്ദമല്ല, നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മ കുറച്ചുകൂടി ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ ഉത്സവങ്ങളല്ലേ. അപ്പം ഈ ഒരു ഉത്സവത്തിന് കുതിരയെടുപ്പെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദിവസം എല്ലാ ജാതിയിലുള്ള ആൾക്കാരും അതിൽ പങ്കെടുക്കുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി. അതുകൊണ്ട് തന്നെ ഇപ്പം പുറത്തൊക്കെ ആയതുകൊണ്ട് എല്ലാ വർഷവും ഇത് കാണാനുള്ള ഭാഗ്യമൊന്നും കിട്ടാറില്ല. ഇത്തവണ എന്തായാലും കാണാനുള്ള ഭാഗ്യം കിട്ടും. അതുകൊണ്ട് ഇനി അങ്ങോട്ട് കുറേ ഉത്സവ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പം ഞാനീ പറഞ്ഞതുപോലെ ദേവിയുടെ വാളും ചിലമ്പൊക്കെ എത്തി. അപ്പം അതിൻ്റെതാണ് ഈ ആകാശദീപ കാഴ്ചയൊക്കെ. ഇതൊരു വെറും തുടക്കം മാത്രമാണ്. ഇനിയാണ് അങ്ങോട്ട് ഉത്സവത്തിൻ്റെ നാളുകൾ വരുന്നത്. ഇനി ഇങ്ങോട്ട് കടയ്ക്കൽക്കാർക്ക് ഫുൾ ആഘോഷത്തിൻ്റെ നാളുകളാണ്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടികളും സ്റ്റേജ് ഷോസ്, പിന്നെ എണ്ണിയാൽ തീരാത്ത കടകൾ, അങ്ങനെയൊക്കെ അടിപൊളിയാണ്.